മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം. നമ്മുടെ മക്കളെ, ദൈവം തന്ന ഏറ്റവും വലിയ സമ്പാദ്യങ്ങളെ എങ്ങനെ സ്വർഗോന്മുഖമാക്കി വളർത്തി തിരിച്ച് കർത്താവിൽ ഏൽപ്പിക്കുക, സ്വർഗത്തിൽ നിന്ന് സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് എങ്ങനെ വിശ്വസ്തയോടെ കൊടുക്കുക എന്നുള്ള ചെറിയ പരിശ്രമം. അതിനുവേണ്ടി നമ്മെ സഹായിക്കാനായിട്ട് നമ്മോടൊപ്പം ഇന്ന് വലിയൊരു കുടുംബം വന്നിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് പ്രിയപ്പെട്ട ജോച്ചേട്ടനും ജസ്റ്റ് ചേച്ചിയും 3 ആൺമക്കളും വന്നിട്ടുണ്ട്. ബാക്കി 5 പേര് വീട്ടിലാണ്. വലിയ കുടുംബമാണ്, 8 പേരെ വലിയ കുടുംബം. ജോച്ചേട്ടൻ ബേസിക്കലി കാഞ്ഞങ്ങാടുകാരനാണ്. എറണാകുളത്ത് സെറ്റിലായി അവിടെ ഇപ്പോൾ ആഘോഷമായിട്ട് 8 മക്കളും അപ്പനും അമ്മയും വാഴുന്നു. നിങ്ങൾ സ്നേഹപൂർവ്വം മധുരമയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായ അപ്പൻ ശനിയാഴ്ച വൈകുന്നേരം ഇരുന്ന് പിറ്റേ ദിവസത്തെ ക്ലാസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. പിള്ളേർക്ക് കർത്താവെല്ലാം കാണുന്നു, അതിനെപ്പറ്റി എങ്ങനെ പുസ്തകത്തിനല്ലാതെ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞു കൊടുക്കാം, എല്ലാം കാണുന്ന, എല്ലാ പ്രശ്നങ്ങളും കാണുന്ന കർത്താവ് ഉണ്ട് എന്ന് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക. വലിയ ക്ലാസ്സിലെ പിള്ളേർക്ക് സൺഡേ സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ കുറേ നേരം ഇരുന്ന് ഓരോ കാര്യം എഴുതി കുത്തുന്നു, അത് വലിച്ചീറി കളയുന്നു, ശരിയാവുന്നില്ല. കുറേ നേരം സമയം പോയി. അപ്പോൾ തൊട്ടടുത്ത് അദ്ദേഹത്തിന് തന്നെ കൊച്ചിരിപ്പുണ്ട്. കുഞ്ഞു വെച്ചാൽ 4 വയസ്സായുള്ളൂ. 4 വയസ്സിൽ മൊത്തം സംശയങ്ങളാണല്ലോ. അതെന്താണ് അങ്ങനെ, ഇതെന്താണ് ഇങ്ങനെ, കർത്താവ് എന്താ ചിരിക്കുന്നത്, കർത്താവ് എന്താ താടി. കൊച്ചിന് ഒത്തിരി സംശയങ്ങളാണ്. ഇത് പറഞ്ഞു കൊടുത്ത് അപ്പം മടുത്ത് അവസാനം അപ്പം പറഞ്ഞു, മോനോ അച്ഛൻ ഇത് കുറേ പ്രിപ്പയർ ചെയ്യാണ്ട്, അതുകൊണ്ട് മോനൊരു പണി തരാം. ആ പണി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ അനുവാദം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നോക്കിയപ്പോഴത്തേക്ക് തൊട്ടടുത്ത് അടുത്ത ദിവസങ്ങളിൽ വന്ന ഒരു മാഗസിൻ്റെ നടുക്കത്തെ പേജ് ലോകത്തിന് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ലോകത്തിൻ്റെ പടം, വേൾഡ് മാപ്പായിരുന്നു. പുള്ളി അങ്ങ് വലിച്ചു കീറി എടുത്തിട്ട് കുറേ കഷ്ണങ്ങൾ അടുപ്പിച്ച് കീറി കൊച്ചിന് കൊടുത്ത് പറഞ്ഞു, മോനെ ഇത് നന്നായിട്ടിരുന്ന് സെറ്റാക്കി തരുവാണെങ്കിൽ പപ്പായോട് അടുത്ത ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പാണ് ഇനി ഇന്ത്യ, ഓസ്ട്രേലിയ, ഉഗാണ്ടയ്ക്ക് കൊച്ചിന് 4 വയസ്സുള്ള കൊച്ചു എങ്ങനെ കണ്ടുപിടിക്കാനാണ്? കുറേ സമയം എങ്ങനെയല്ല 1-2 മണിക്കൂർ എടുക്കും. അവസാനം കൊച്ചു തന്നെ തോറ്റു വരണമല്ലോ. അങ്ങനെ ഇരുന്ന് പുള്ളി വീണ്ടും എഴുതി കുത്തി തുടങ്ങിയ സമയത്ത് ഒരു 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു ഓടിയത്, പപ്പ നോക്കിക്ക് ഇത് ശരിയാണെന്ന് ചോദിക്കും. പുള്ളി നോക്കിയപ്പോൾ തറയിൽ മാപ്പ് അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പുള്ളി ചോദിച്ചു ഇതങ്ങനെ പറ്റി? കാരണം പുള്ളിക്ക് പോലും പറ്റത്തില്ല ഉറപ്പാണ്. അന്നേരമാണ് ഈ കൊച്ചു 4 വയസ്സിലെ കൊച്ചു ചെയ്തേക്കുന്നത്. അപ്പോൾ കുഞ്ഞു പറയാണ്, പപ്പ തന്ന പേപ്പർ അതിൻ്റെ പുറകു ഭാഗത്ത് ഒരു ഈശോയുടെ പടം ഉണ്ടായിരുന്നു. ഈശോയുടെ പടം വെച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ട് അതെടുത്ത് തിരിച്ചു വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് കൃത്യം മാപ്പ് കിട്ടി. ഇതിനുശേഷം ഈ മനുഷ്യൻ പിന്നീട് എഴുതുകയാണ്, ഇത് തന്നെയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള എൻ്റെ ക്ലാസ് നാളത്തേക്കുള്ള. നമ്മുടെ എല്ലാ കീറിപ്പറഞ്ഞ അവസ്ഥകൾക്കും പുറകിലായിട്ട് കർത്താവ് നിൽപ്പുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഒട്ടിച്ചേർക്കാൻ പറ്റും. നമ്മുടെ എല്ലാ തകർച്ചകൾക്കും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, നമ്മുടെ എല്ലാ ദിവസത്തെ കുരിശുകൾക്കും പിറകിലായിട്ട് കർത്താവ് നിൽപ്പുണ്ട്. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും വീണ്ടും കൂട്ടിച്ചേർക്കാൻ പറ്റും. ബോബേച്ചൻ എപ്പോഴും പറയുന്ന പോലെ കൂട്ടിച്ചേർക്കാനാവാത്തതും ഒന്നും പൊട്ടിപ്പോയിട്ടില്ല, കാരണം കർത്താവ് അതിൻ്റെ മേളിൽ നിൽപ്പുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ മധുരമയുടെ സംസാര വിഷയവും. നമ്മുടെ കുടുംബത്തിലെ തകർച്ചകൾക്കും പ്രശ്നങ്ങൾക്കും കീറിപ്പറഞ്ഞ അവസ്ഥകൾക്കും എല്ലാം പുറകിൽ, മുകളിൽ കർത്താവ് നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് സ്വർഗോന്മുഖരായിട്ട് വീണ്ടും പ്രത്യാശയുടെ മക്കളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതാണ് ഇന്നത്തെ നമ്മുടെ കുടുംബം നമ്മോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ ജോച്ചേട്ടൻ തന്നെ തുടങ്ങാം. ജോച്ചേട്ടൻ ഒരു എഞ്ചിനീയർ കൂടിയാണല്ലോ ബൈ പ്രൊഫഷൻ. ജോച്ചേട്ടൻ ഒന്ന് പറഞ്ഞോളൂ. ഞാനൊരു ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ആണ് ആദ്യമായിട്ട് നവീകരണത്തിലോട്ട് വരുന്നത്. ഒരു 92-93 കാലഘട്ടത്തിൽ. ഞാൻ നേരം 2ാം ക്ലാസ്സിൽ പഠിക്കുമെന്ന് തോന്നുന്നു. ഈ അന്ന് കിട്ടിയൊരു ചിന്തയാണ് എന്നും വിശുദ്ധ ഗ്രന്ഥം വായിക്കണം എന്നുള്ളത്. പക്ഷെ ഞാനത് എൻ്റെ സൗകര്യത്തിന് ഞാൻ വായിക്കുമായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2000-ൽ അതിലൊരു കറക്ഷൻ ഞാൻ വരുത്തി. എൻ്റെ ഒരു ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, മോനെ ആദ്യം വായിക്കേണ്ടത് തിരുവചനമാണ്. എനിക്കൊന്ന് ഇന്ന് ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അത് സെറ്റ് ചെയ്തു. അതായത് രാവിലെ ഇരുന്ന് പത്രങ്ങൾ വായിക്കും. അന്ന് കാലഘട്ടത്തിൽ പത്രമാണ് വായിക്കുന്നത്, ഇന്നിപ്പോൾ ഫോണൊക്കെ വായിക്കുന്ന പോലെ. അപ്പോൾ അന്ന് ഈ പത്രങ്ങളൊക്കെ വായിച്ചതിന് ശേഷമാണ് ഞാൻ ബൈബിൾ വായിക്കും. പക്ഷേ ഈ 2000-ന് ശേഷം എൻ്റെ ആദ്യത്തെ വായന, എൻ്റെ പ്രയോറിറ്റി ആദ്യം തിരുവചനം വായിച്ചിട്ട് മറ്റ് ലോകത്തിലെ എന്ത് മാസികകളോ എന്തെങ്കിലും വായിക്കുള്ളൂ. മിസ് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ആ ഒരു അങ്ങനെ ഒന്ന് ശീലമായിട്ട് മാറ്റി കുഞ്ഞുങ്ങളിലേക്ക് അത് കൊടുക്കാൻ ശ്രമിക്കുന്നു വെച്ചാൽ. ഞാൻ ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ നിർണായകമായ പല നിമിഷങ്ങളിലും ഞാനിങ്ങനെ വളരെ തകർന്നു പോയ നിമിഷങ്ങളിലെല്ലാം എന്നെ ഉണർത്തി, അല്ലെങ്കിൽ എന്നെ ആ ഒരു കരം പിടിച്ച് നടത്തിയത് ആ കാലഘട്ടങ്ങളിൽ ഞാൻ വായിച്ച ദൈവവചനമാണ്. ഇന്ന് നാഴികളിലായിട്ട് ഞാനത് തിരിഞ്ഞു നോക്കുകയാണ്.
ഓരോ കാലഘട്ടത്തിലും ആ തക്ക സമയത്ത് ഈ ദൈവവചനം നമ്മൾ ഓർക്കും. ഇപ്പം നമ്മളാ എന്ന് വായിക്കുന്നില്ലല്ലോ, പക്ഷേ ചില സമയത്ത് നിർണായ സമയത്തായിരിക്കും അത് നമ്മൾ ഓർക്കുക. ഞാൻ ഒരു വചനം ഞാൻ ഓർക്കുന്നത്, എന്നെ ആദ്യമായിട്ട് സ്പർശിച്ച ഒരു വചനം ഇന്നും ഓർക്കുന്നു. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വചനം പെട്ടെന്ന് ഇങ്ങനെ എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഞാനത് ആ ഒരു വചനം കിട്ടിയോണ്ട് ഞാൻ ഇരുന്നു എന്നുള്ളതാണ്. ഞാനോട് ഇരുന്നിട്ട് ഞാൻ കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത്, എൻ്റെ പെട്ടെന്ന് ആ ഇതെല്ലാം മാറി, എൻ്റെ ആ മനക്ഷോഭവും എല്ലാം പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്നു. ഞാൻ ഇന്ന് അത് എൻ്റെ ഒരു നാഴികക്കല്ല് വചനമാണത്. തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ഹൈലൈറ്റ് ആഗ്രഹിക്കണം. ഒന്ന്, ചേട്ടൻ പറഞ്ഞ പോലെ രാവിലെ തുടങ്ങുമ്പോൾ വചനം വായിച്ചു തുടങ്ങുക. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് അത് പ്രാക്ടീസ് ചെയ്യാറുണ്ടല്ലോ. ഇത് ശരിക്കും ഒരു MBA പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയാൻ തുടങ്ങി ഇപ്പോൾ. കാരണം രാവിലെ ഏറ്റവും പ്ലസൻ്റായ കാര്യം കേട്ടു വളരാനാണ് അവർ പറയുന്നത്. അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വിശുദ്ധമായ കാര്യം അവരതും കണ്ടും കേട്ടും വായിച്ചും വളരട്ടെ. അപ്പോൾ അവരുടെ കണ്ണ് വിശദീകരിക്കും. വചനം നോക്കി കഴിയുമ്പോൾ കണ്ണ് വിശദീകരിക്കപ്പെടും. ഉറക്കെന്ന് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ചുറ്റുപാട് വിശദീകരിക്കപ്പെടും, അവരുടെ ലിപ്പ് വിശദീകരിക്കപ്പെടും. ആ വചനം ഒന്നുകൂടി ബൈഹാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഇൻ്റലക്ട് വിശദീകരിക്കപ്പെടും. ഇത് നമ്മുടെ വചനം വെച്ച് തന്നെ മുഴുവൻ വിശദീകരണം നടത്തി ആ ഒരു ദിവസത്തിലേക്ക് തന്നെ കയറിപ്പോകുമെന്ന് വിചാരിക്കുന്നു. ചേട്ടൻ തുടർന്നോളൂ. ഞാൻ ഈ ഒരു 97 കാലഘട്ടത്തിലാണ് ഞാൻ ഗൾഫിലോട്ട് വരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് എനിക്കൊരു ജോലി കിട്ടി. പക്ഷെ അന്ന് ഈ സാലറി ഒന്നും അങ്ങനെ കിട്ടില്ല. അപ്പം ഞെരുക്കം തന്നെയാണ്. ഒരുപക്ഷെ ഞാനൊരു വളർച്ചയുടെ അല്ലെങ്കിൽ ചവിട്ടുപടികൾ, ഇങ്ങനെ ഉയർച്ചയുടെ ചവിട്ടുപടികൾ കടക്കുന്ന കാലത്താണ്. അവിടെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വചനം, ഞാൻ എന്താണ് ദൈവം എന്നെ ഒരു ഉയർച്ച കാണുന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച സമയത്ത് മറ്റൊരു നാഴികക്കൽ വചനം ഓർക്കുന്നു. അത് 1 പത്രോസ് 5:10 തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിന്നെ അല്പകാല സ്ഥാനത്തിന് ശേഷം പൂർണ്ണനാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തനാക്കുകയും ചെയ്യും. ഞാനിത് പറയുന്നത് നാഴികക്കൽ വചനമായിട്ട് എൻ്റെ ഹൃദയത്തിൽ അല്പകാല സഹനം മാത്രമാണ്. ഒരു ടെമ്പററി പീരീഡ് എന്നാണ് പറയുന്നത്. അതായത് പിന്നിട്ട് ഈ 91 സങ്കീർത്തനത്തിലെ വചനം, നീ വിളിക്കുമ്പോൾ ഞാൻ നിനക്ക് ഉത്തരം അരുളും, നിൻ്റെ കഷ്ടതയിൽ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. പക്ഷേ ആ കഷ്ടതയിൽ ചേർന്ന് നിൽക്കുന്ന ദൈവത്തെ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് കാണാൻ പറ്റി. അത് കഷ്ടത എടുത്തു മാറ്റും എന്നുള്ളത് അല്ല, പ്രോമിസ് അല്ല. എന്നാൽ നിൻ്റെ കഷ്ടതയിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്നുള്ളത് എടുത്തു മാറ്റുന്ന കർത്താവ് എങ്ങും ബൈബിളിലും ഈശോയുടെ പണ്ടത്തിലും എങ്ങും പ്രോമിസ് ചെയ്യുന്നില്ല. കർത്താവിൻ്റെ ഒപ്പം നടക്കുന്നവർക്ക് മാറി നടക്കാൻ അതൊരു അതിജീവനത്തിന്റെ വഴി മാത്രം കർത്താവ് കാണിച്ചിരുന്നു മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. അതുകൊണ്ട് ഈശോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നവരായി കഴിഞ്ഞാൽ അതല്ലേ പലരും ചോദിക്കും ചോദ്യം, നിങ്ങൾക്ക് ഭയങ്കര പ്രാർത്ഥിക്കുന്നവരാണല്ലോ, എന്നിട്ട് ദുരിതവും കുരിശും കഷ്ടപ്പാടും രോഗമൊക്കെ മാത്രമേ ഉള്ളൂ. അതെന്നെ ചോദ്യം തന്നെ പൊട്ട ചോദ്യമാണ്. കർത്താവ് ഒരു വാഗ്ദാനം പോലും തരുന്നില്ല, എൻ്റെ കൂടെ വന്ന എല്ലായിടത്തും കുരിശരാന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചേട്ടൻ പിന്നെ ആ നാളുകളിലാണ് ഞാൻ വിവാഹം കഴിക്കാനായിട്ട് നാട്ടോട് വരുന്നത്. ഞങ്ങൾ വിവാഹിതരാകുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റിനും ഈ MSc ബയോടെക് കഴിഞ്ഞ് ഇവിടെ ജോലി ഉണ്ടായിരുന്ന സമയമായിരുന്നു. അങ്ങനെ ഇയാൾക്ക് നല്ല ജോലി അവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഗൾഫിലോട്ട് പോകുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല സാഹചര്യം, ജോലിയൊന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും ഞങ്ങളിങ്ങനെ പല രീതിയിൽ ഞങ്ങളെ ഉപദേശിക്കാറുണ്ട്. ലൈക്ക് നിങ്ങൾ ഇത്രയും ക്വാളിഫൈഡ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് ഞെരുങ്ങുന്നതെന്നാണ് മനുഷ്യർ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ചില നിർണായക നിമിഷങ്ങളുടെ തിരുവചനം ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ എവിടെ പോവും? എൻ്റെ അങ്കിളൊക്കെ ഓസ്ട്രേലിയയിലുണ്ട്, അവരങ്ങോട്ട് വിളിക്കുന്നു. മറ്റെൻ്റെ സുഹൃത്തുക്കളൊക്കെ കാനഡയിലോട്ട് വിളിക്കുന്നു. ഞങ്ങളാണെങ്കിൽ അതൊക്കെ നല്ല കാലഘട്ടമായിരുന്നു. അതെ അപ്പം ഞങ്ങളിങ്ങനെ അതിപ്പോൾ എൻ്റെ ആദ്യത്തെ കൊച്ചായി. അപ്പോഴും ഞങ്ങൾ ആ ഞെരുക്കമാണ്. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് 75 സങ്കീർത്തനം വായിക്കാനായിട്ടുള്ള ഒരു ചിന്ത. അങ്ങനെ അതൊരു തുറന്നു വയ്ക്കുമ്പോൾ അതിൽ ഞങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ദൈവം തന്നു എന്നുള്ളതാണ്. മറ്റൊരു നാഴികക്കൽ വചനം, കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്, ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്ന ദൈവമാണ്. ഇതെങ്ങനെ എന്നെ സ്വാധീനം ചെയ്യാൻ പറയാം. അത് കൃത്യമായിട്ട് ഉത്തരം എന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പം നമ്മളൊരു വേൾഡ് മാപ്പ് തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും കിഴക്കൻ രാജ്യമാണ് ഓസ്ട്രേലിയ, ഏറ്റവും പടിഞ്ഞാറൻ രാജ്യമാണ് ഈ കാനഡ, US എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ നടുക്ക് മരുഭൂമിയിലാണ്. ദൈവം ഇത്ര ആപ്റ്റായിട്ട് പറയുന്നത് എനിക്ക് വളരെ ശക്തമായിട്ട് തോന്നുന്നത്. ഇത്ര ആപ്റ്റായിട്ടുള്ളൊരു ആൻസർ ആണല്ലോ തോന്നുന്നത്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്, ഒരുവനെ താഴ്ത്തുകയും അവനെ ഉയർത്തുകയും ഒരു നടപ്പിക്കുക. ഞാൻ വിശുദ്ധീകരണം അടച്ചു വെച്ചു, ഞങ്ങൾക്ക് ഉത്തരം കിട്ടി. ഇനിയൊന്നും ദൈവം അതെ ആ അനുസരണം. ഇപ്പം ഞങ്ങൾ തിരിഞ്ഞു നോക്കും, ഞങ്ങൾക്ക് അതിലൊരു ദുഃഖമില്ല. ഞങ്ങളവിടെ പോയില്ല എന്നുള്ള ഒരു നിരാശയില്ല. എനിക്ക് തമ്പുരാൻ സംസാരിച്ചു,
ഇത് മറ്റൊരു ഭാഗം കൂടി പറയാൻ നല്ലതാണ്. ഇപ്പോൾ മൊത്തത്തിൽ മൈഗ്രേഷൻ്റെ കാലഘട്ടമാണല്ലോ. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയും ജോലി കിട്ടാൻ വേണ്ടിയും രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ഒത്തിരി പേര് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്ക് അയർലൻഡിലേക്കൊക്കെ പോകുന്നതിനൊക്കെ മുമ്പ് ഇതുപോലെ ചോദ്യം ചോദിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ഇത് പോകുന്നതൊക്കെ കർത്താവിൻ്റെ ഹിതമാണോ? ഞാൻ ഇപ്പോൾ രക്ഷപ്പെടണം ഉറപ്പായിട്ടും, എല്ലാവർക്കും നല്ല ജീവിത സാഹചര്യങ്ങൾ വേണം, പക്ഷെ എല്ലാവരും പോകുന്ന ദൈവഹിതം തന്നെയാണോ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥനാപൂർവ്വം ഇരുന്നിട്ട് ആലോചിച്ചിട്ട് പോകുന്നല്ല. ചേച്ചിയിലേക്ക് പറയാം. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടം, ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ്? ചേച്ചി നല്ലൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു, ഹൈലി ക്വാളിഫൈഡ് ആയിരുന്നു, എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. ആ സമയത്ത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഷിഫ്റ്റും ഈ ഒരു സാധനം, ഈ ഒരു കുരിശിൻ്റെ വഴി, ഒപ്പം ചേട്ടനൊപ്പം ഒരു കുരിശിൻ്റെ വഴി നടക്കാനൊക്കെ ആയിട്ട് എങ്ങനെയാണ് ആ ഒരു ബലവും ഇത് കർത്താവ് തന്നത്? ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പഠിച്ചപ്പോഴും നല്ല എനിക്ക് വലിയ ഹൈ ഡ്രീംസ് ആയിരുന്നു. ഇങ്ങനെ റിസർച്ച് ഫീൽഡിലൊക്കെ പോകണം, കാരണം സയൻസാണ്, ബയോടെക്നോളജി. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചപ്പം എനിക്ക് ഫീൽഡിൽ തന്നെ നല്ലൊരു ജോലി, റിസർച്ചിലൊരു ജോലി കിട്ടി. PhD അങ്ങനെ പോയി. പക്ഷേ ഞാൻ ക്യാൻസൽ ചെയ്തു. പിന്നെ ഒരു തീരുമാനം, വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒന്നിച്ച് ആയിരിക്കണം ജീവിക്കേണ്ടത്. കല്യാണം കഴിഞ്ഞാൽ രണ്ടിടത്ത് ജീവിച്ചിട്ട് അങ്ങനെ ജീവിക്കുന്നതിലൊരർത്ഥമില്ല. ഹസ്ബൻഡ് വൈഫ് ഒന്നിച്ചായിരിക്കണം, കുടുംബം ഒന്നിച്ചായിരിക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത. അപ്പം ജോനെ യാതൊരു വിധത്തിൽ നിർബന്ധിച്ചില്ല. എൻ്റെ പേരൻസും രണ്ടുപേരുടെ പേരൻസും അങ്ങനെ ഞങ്ങളുടെ തീരുമാനങ്ങൾ അവരുടെ ഭയങ്കര നിർബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. തീരുമാനം ഞങ്ങൾക്ക് തന്നെ അവർ വിട്ടുതരുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ജോ എപ്പോഴും പറയും. അങ്ങനെ അവസാനം എനിക്കൊരു തീരുമാനത്തിലെത്താൻ ഞാൻ ഒന്നിച്ചായിരിക്കാം. PhDയും സാധനങ്ങളും ദൈവമഹിതമാണെങ്കിൽ പിന്നെയും എനിക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ദുബായിലേക്ക് ജോയുടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ചെന്ന് ജോലി കിട്ടുമെന്ന് തോന്നി, പക്ഷേ എൻ്റെ സെയിം ഫീൽഡിൽ എനിക്ക് പ്രത്യേകിച്ച് ജോലി കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷേ പലരും ഇങ്ങനെ പറയും, നിൻ്റെ പഠിച്ചിട്ടത് വേസ്റ്റാണ് അങ്ങനെയൊക്കെ പറയും. ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല, അവർ ഇപ്പോഴും അങ്ങനത്തെ ഒരു ജോലിക്ക് കയറാമായിരുന്നു എന്നൊക്കെ പറയും, പിള്ളേരുടെ എണ്ണം എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയും, ഇന്ന് എനിക്കുള്ള ഈ ഒരു വിദ്യാഭ്യാസവും ഇതൊക്കെയാണ് ഇന്ന് പിള്ളേരെ പഠിപ്പിക്കാനും എന്നിലെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഓരോ കാര്യങ്ങളും. അതെ അതെ, 2-3 പേര് ഹോം സ്കൂളേഴ്സ് ഉള്ളപ്പം പ്രിൻസിപ്പലിന്റെ പോസ്റ്റ് വരെ ആയിട്ടാണ് ഓരോരുത്തർ പറയുന്നത്. അപ്പം അതിനൊക്കെ തമ്പുരാൻ എൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയാണ് ദൈവം എന്നെ ഉപയോഗിച്ചത്, അതിനു വേണ്ടി തന്നെയായിരുന്നു. അപ്പം അതിനൊരു എൻ്റെ കരിയർ നഷ്ടപ്പെട്ടെന്നോ ഒന്നും എനിക്കൊരു വിഷമമില്ല. പിന്നെ ഇതുപോലെ ഞങ്ങൾ ഒന്നിച്ചു കൂടിയ ശേഷം ഞാൻ പറയും, ഒരു വചനത്തിലുള്ള ഒരു ആഴപ്പെടൽ ജീവിതത്തിൽ എനിക്ക് വന്ന ഈ ഒരു ദൈവരാജ്യ ചിന്തകൾ എനിക്ക് വന്നത് ജോയുടെ കൂടെ കൂടിയതിന് ശേഷമാണ്. ആ ഒരു ദൈവരാജ്യ ചിന്തകൾ എനിക്ക് കൂടുതലും വന്നത്. അപ്പം അതിനു മുമ്പ് ഞാൻ GC യൂത്ത് ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്, കാരണം ദൈവഹിതം പോലെ മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ. പക്ഷെ ഒരു ദൈവരാജ്യ ചിന്തകൾ എന്ന് പറഞ്ഞൊരു ഡെപ്തിലേക്ക് എല്ലാ കാര്യം. പിന്നെ ഞങ്ങളിങ്ങനെ തേഴ്സ്ഡേകളിൽ ഒന്നിച്ച് ഫാസ്റ്റ് ചെയ്യുമായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ ഞങ്ങൾ ഒന്നിച്ച് ഫാസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം അതിൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ വിഷയം, ഞങ്ങളുടെ ആവശ്യങ്ങളോ ഞങ്ങളുടെ ഞെരുക്കങ്ങളോ അതൊന്നും ആയിരുന്നില്ല. ദൈവരാജ്യം ഞങ്ങളിലൂടെ വളരണം, നമ്മൾ ഇടപെടുന്നവരിൽ ദൈവരാജ്യം നീങ്ങണം എന്നൊക്കെയുള്ള. ഇപ്പം ഞാൻ ആ ഫാസ്റ്റിങ് എനിക്ക് പറ്റാറില്ല പലപ്പോഴും, എൻ്റെ മരുന്ന് ആരോഗ്യസ്ഥിതി. ജോ ഇപ്പോഴും ഇടയ്ക്ക് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു സുവിശേഷമാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിനും മക്കൾക്കും വേണ്ടിയൊക്കെ സാധാരണ നമുക്ക് 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അവർക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ സമയമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ 9 കുഞ്ഞുങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഒരു ദിവസം തിരുസഭയ്ക്ക് ഒത്തിരി പ്രാർത്ഥനകളും ഒത്തിരി ത്യാഗങ്ങളും ഒത്തിരി ഉപവാസങ്ങളൊക്കെ വേണ്ട സമയത്ത് ഇത് നല്ലൊരു അമ്മയിൽ നിന്നുള്ള കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പങ്കുവയ്പ് കൂടിയാണ്. തിരുസഭയ്ക്ക് വേണ്ടി കുടുംബം ഒന്നിച്ച് ഫാസ്റ്റ് ചെയ്തൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളത് തോന്നുന്നു ചേച്ചി. പിന്നെ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം കഴിഞ്ഞു, നമ്മൾ കരിയറിൽ തുടരുന്നില്ല. അതിന് എന്നെ ഒരു ഇൻസ്പയർ ചെയ്ത ഒരു വചനം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ നടത്തിയ പലപ്പോഴും ഇതുപോലെയുള്ള തമ്പുരാനോടുകൂടെ ചേർന്ന് ഇങ്ങനെ ഓരോ വചനങ്ങൾ ഞങ്ങൾ പരസ്പരം ഇരിക്കും, വർത്താനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് സംസാരിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് നമുക്ക് പലപ്പോഴും എത്താൻ പറ്റുന്നത്. ദാവീദ് അരവനയോട് പറഞ്ഞത്, എനിക്ക് ചെലവില്ലാത്ത ഒരു ബലി ഞാൻ എൻ്റെ ദൈവത്തിന് അർപ്പിക്കുകയില്ല എന്ന് 2 സാമുവേലിൻ്റെ പുസ്തകത്തിൽ വരുന്നുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ ചെലവില്ലാത്ത ബലി അർപ്പിക്കാനാണ് നമുക്കൊക്കെ പൊതുവെ നമ്മളൊക്കെ ബുദ്ധിമുട്ടാനും നമുക്കൊരു. അപ്പം ഞാനോർക്കും, തമ്പുരാനെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയായി ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിൽ ഞങ്ങൾ ഒന്നിച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു ത്യാഗമെടുത്തുള്ള കുടുംബജീവിതം ഒരു ബലിയാണല്ലോ. ത്യാഗമെടുത്ത മക്കളെ നോക്കുക, അവരുടെ കാര്യങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടുവരിക, ഒപ്പം അവരൊരു സമൂഹത്തിന് നല്ലവരാക്കാൻ. അതാണ് നമ്മുടെ ഒരു ഡ്രീമും ആഗ്രഹവും തമ്പുരാൻ്റെ മുന്നിലുള്ള പ്രാർത്ഥനയും. ഈ ഒരു വചനത്തിലൂടെയാണ് നമുക്ക് അതൊരു ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. എനിക്ക് ചെലവില്ലാത്തൊരു ബലി എൻ്റെ ദൈവത്തിന് അർപ്പിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ ഈ നിർണായക നാഴികക്കല്ലിൽ വചനമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു 2003
ഞാനിങ്ങനെ എന്നെ ഈ കമ്പനി ദുബായിലിരുന്ന കമ്പനി എന്നെ ഈ ഫോറിൻ പ്രൊജക്ട്സിന് അയക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജോർദാനിലും ബഹ്റൈൻ, ഒമാൻ ഇങ്ങനെ അവിടെ മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും പോവാൻ എന്നെ അയക്കും. ഈ പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്നെ ഇറാഖിലോട്ട് വിട്ടു. അത് യുദ്ധത്തിൻ്റെ സമയമാണ്. അതിൻ്റെ പീക്ക് ടൈം. അതായത് എന്നെ ഞാൻ പോയിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 12 ദിവസം എന്ന് പറഞ്ഞിട്ട് കമ്പനി അയച്ച അത്രേ വേണ്ടു. 12 ഡേയ്സ് എന്നെ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ കൊണ്ടുപോവാണ്. പക്ഷെ ഞാൻ അവിടെ എത്തി പറഞ്ഞു എനിക്ക് ഇനി തിരിച്ചു പോകാനൊന്നും പറ്റും തോന്നുന്നില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനിലായി. ബിക്കോസ് അന്നൊരു റൂഗ് സ്റ്റേറ്റാണ് ഇറാഖ് എന്ന് പറഞ്ഞാൽ. എത്തിപ്പെട്ടാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. US ഡിഫൻസ്. അതെ അതെ അതെ. ഞാൻ ഓർക്കുന്നത് ഞാനത് അവിടെ ചെന്ന് എന്നെ റിസീവ് ചെയ്യാൻ വന്ന ഞാൻ 52 ദിവസം അവിടെ ഹെൽഡപ്പായി പോയി. 52 ദിവസം അവിടെ ഹോസ്റ്റേജ്. ലൈക്ക് എ ഹോസ്റ്റേജ്. ഈ 52 ദിവസം ഞാൻ ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ കടന്നു. അത് ശരിക്കും ലിറ്ററലി ഞാൻ ധ്യാനിച്ച് നടക്കുന്ന ഒരു അതെ അതെ. അതായത് നമ്മളൊരു മൊമെൻ്ററി ഒരു അപകടമല്ല ഇത്. 52 ദിവസവും ഈ ബുള്ളറ്റിൻ്റെയും ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒളിച്ച് രക്ഷപ്പെട്ട സംഭവങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നടന്ന നാളുകൾ ഞാനിങ്ങനെ തമ്പരാൻ പറഞ്ഞു. ഞാൻ ആ ദിവസങ്ങളിലും ഈ പറഞ്ഞ പോലെ ആദ്യം എൻ്റെ തിരുവചനം വായിക്കുന്ന ഒരു ശീലമാണ്. അപ്പം ഞാൻ വിചാരിക്കും വൈ ഗോഡ് ഐ എം ഹിയർ, ഞാൻ എന്തിനാ ഈ റോങ് പ്ലേസിൽ ഇരിക്കണം ഇവിടെ, എന്നെ എന്ത് ദൈവം ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരവില്ല. ഈ 10 ദിവസം കഴിഞ്ഞു, 12 ദിവസം കമ്പനി പറഞ്ഞ സമയം കഴിഞ്ഞു, ഞാൻ അവിടെ തുടരുക. പിന്നെ ഒരു 20 ദിവസമാകുമ്പോഴേക്കും എനിക്ക് പയ്യെ ആൻസർ കിടക്കുന്നുണ്ട്. ആ ദിവസങ്ങളിൽ ഹഗ്ഗായി പ്രവാചകൻ ഞാനിങ്ങനെ വായിക്കുമായിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കും. അതാണ് ദൈവവചനം ചോദിക്കുന്നത്. അത് കണ്ടിന്യൂ ഇങ്ങനെയാണ്. നീ മച്ചിട്ട ഭവനത്തിൽ വസിക്കുന്നു, എൻ്റെ ആലയം തകർന്നു. പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ എനിക്ക് ഇത് എൻ്റെ അടുത്ത് പറയുന്നതായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഇത് എൻ്റെ അടുത്ത് സംസാരിക്കുന്നു. അത് പ്രവാസികൾക്കുള്ള അതാണ് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ നീ നിൻ്റെ കാര്യത്തെക്കുറിച്ച് വ്യഗ്രതീതനായി അന്ന് എൻ്റെ ആലയം തകർന്നു നടക്കുന്ന എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വെറുതെ വാചകടിച്ച് നടന്നാൽ പോരാ, എന്തെങ്കിലും ദൈവത്തിൻ്റെ ഒരു സ്പെഷ്യൽ കോളായിട്ടാണ് എനിക്കത് ആ ഒരു ഇതുണ്ട്. ഞാൻ നാളുകളോളം അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് അവിടുത്തെ ഈ സഭയൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. പുറത്തിറങ്ങിയിട്ടാണെങ്കിലും അവിടെ പോയി വൈദികരെ ഒന്ന് കാണുകയും അവരെങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊക്കെ എനിക്കൊന്നും ദൈവരാജ്യത്തെക്കുറിച്ച് വലിയ ചിന്ത വരുമായിരുന്നു എനിക്ക്. ഞാൻ പിന്നീട് ഒരു ലീഡർഷിപ്പിലേക്ക് വന്നപ്പോൾ എനിക്ക് ഓർമ്മ ഇതൊക്കെയായിരുന്നു എന്നെ ഒരു ലീഡർഷിപ്പിലേക്ക് എന്നെ അല്ലെങ്കിൽ ആ ഒരു കോളാണെന്നുള്ളത് തിരിച്ചറിവ്. അതെ അതെ അതെ. അപ്പോൾ ജീവനെക്കുറിച്ചുള്ള വലിയൊരു ബോധ്യം അവിടെ നിന്ന് കിട്ടി. ഞാൻ തിരിച്ചു വരാണ്. പിന്നെയാണ് ഈ മക്കൾ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടാകുന്നത്. അതിൽ ഈ പിന്നെ 4 പിന്നെ എനിക്ക് പയ്യെ ഗ്രോത്ത് തുടങ്ങി. ഞങ്ങളൊരു സാമ്പത്തികമായിട്ടുള്ള പയ്യെ ഇങ്ങനെ ഇങ്ങനെ കയറി വരാൻ തുടങ്ങി. ഈ എനിക്കൊന്ന് 5ാമത്തെ കൊച്ച് ആകുന്ന വരെ ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് തന്നെയായിരുന്നു അത്. അപ്പം ഞാനിങ്ങനെ അന്ന് ആ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന ഒരു ഭാഗം ഞാനിങ്ങനെ പറയാറുണ്ട്. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നാന്ന് ചിലപ്പോൾ കേട്ടിരിക്കുന്നവർക്ക് അറിയത്തില്ലായിരിക്കും. അത് പറഞ്ഞു കൊടുക്കുന്ന നല്ലതാണ്. കാരണം ഞാൻ കർത്താവിനൊപ്പം നടന്നാൽ കർത്താവെല്ലാം എനിക്ക് തരും. അതാണ് ഒത്തിരി സെക്റ്റുകൾ പ്രീച്ച് ചെയ്യുന്ന ഗോസ്പൽ. പ്രത്യേകിച്ച് വെസ്റ്റിനെയൊക്കെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്ത വലിയൊരു ഇന്നും ലീഡിങ് ആയി നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻഷ്യൽ ഗോസ്പൽ സ്റ്റൈലാണിത്. അതായത് ഞാൻ കർത്താവിനൊപ്പം കർത്താവ് എല്ലാം എനിക്ക് തരും. പക്ഷേ ഇതൊരു ഇത്രയും പൊട്ട ഒരു സുവിശേഷം എങ്ങും പ്രഘോഷിക്കപ്പെട്ടില്ല. കർത്താവ് പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് നിങ്ങൾക്കെല്ലാം തരാമെന്നുള്ളത്. അതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന സമയം. അതെ അതെ ആ ഒരു സംഭവമാണ്. അതായത് 5ാമത്തെ കൊച്ചായ സമയത്ത് ഞാൻ പെട്ടെന്ന് ബാങ്ക്രപ്റ്റ് ആവുക. അപ്പം ഞാൻ ഈ ഉയർന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ അവന് ജേക്കബ് എന്നാണ് അവന് പേരിടുന്നത്. മകൻ അതായത് യാക്കോബിൻ്റെ ധനം, സമ്പത്ത്, ഇതൊക്കെ അർത്ഥം വെച്ചിട്ടാണ് അവൻ ആ ഒരു ജേക്കബ് എന്ന് പറഞ്ഞത്. അതാണ് അത് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ള ഒരു പേരാണ്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഈ തകർച്ച വന്നു. എനിക്ക് പെട്ടെന്ന് ബാങ്ക്രപ്റ്റായി. ഞാൻ എൻ്റെ എല്ലാം സമ്പത്തെല്ലാം അവിടെ വെച്ച് ഇതാവുക. അപ്പം ഞാൻ ദൈവം എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം ഇതാണ് വെച്ചാൽ ഞാൻ അതായത് പണം അല്ലെങ്കിൽ ഒരു സമ്പത്ത് ഒരു മക്കളുടെ എണ്ണത്തിനുള്ള മാനദണ്ഡമേ അല്ല. അത് വലിയൊരു തിരിച്ചറിവ്. ഞാൻ ഇന്ന് ദൈവത്തെ പുകഴ്ത്തുന്നു ആ ഒരു സംഭവം, ആ ഒരു ഇതിലൂടെ എന്നെ പഠിപ്പിച്ചതിന്, തിരിച്ചറിവ് തന്നതിന്. എന്നാൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു മക്കളാകും തോറും പണം വന്നതിന് എന്ന് പറയും. അങ്ങനെയല്ല, പണം അല്ല മാനദണ്ഡം. ഇത് 2 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. ഒന്നാമത് പണമല്ല ലീഡിങ് ഫോഴ്സ്, കർത്താവ് തന്നെയാണ്. പിന്നെ നമ്മൾ വിചാരിക്കും പണം വന്നിട്ട് മക്കളാവാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. പണവും സൗകര്യം വന്നിട്ട് കൂടുതൽ മക്കളാന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. പിന്നെ നമ്മൾ ഇതുപോലത്തെ കാര്യം കുറെ നന്മ ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാം കർത്താവ് കൊണ്ട് നിറച്ച് തന്നോളും. ഇത് രണ്ടിനുമുള്ള ഉത്തരം തന്നെയാണ് പറഞ്ഞത്. അതെ കറക്റ്റ്. ഞാൻ ഇങ്ങനെ അതിനൊന്നും കൂടെ കോംപ്ലിമെന്റ് ചെയ്യാം. അതായത് ഞാനിങ്ങനെ ഭാര്യ ഈ ഗൾഫിൽ വരുന്നത് ഞാൻ ഭാര്യനെ കൊണ്ടുപോയില്ല. അപ്പം അന്ന് ഈ ഗൾഫിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട്
ഫാമിലിയിലൊന്നും പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക്, നമ്മൾ പലരെ ആശ്രയിക്കണം അങ്ങനെ. അപ്പം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ എനിക്ക് കിട്ടുന്നുമില്ല. ഡ്രൈവിംഗ് ലൈസൻസ് കുറേ ഞാൻ അപ്ലൈ ചെയ്യുന്നു, വീണ്ടും തോൽക്കുന്നു, വീണ്ടും അപ്ലൈ ചെയ്യുന്നു, അങ്ങനെയാണ്. അപ്പം ഒരു സുഹൃത്ത്, എൻ്റെ ഒരു വളരെ സ്പിരിച്വലായിട്ടുള്ളൊരു എൽഡർ പോലെയുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി എന്നെ അടുത്ത് മാൻ ദാറ്റ് ഈസ് റോങ്, അത് തെറ്റാണ്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നീ ആദ്യം ഭാര്യനെ കൊണ്ടുവരേണ്ട വഴി നോക്കൂ, അപ്പോൾ നിനക്ക് മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും. ആ ഒരു കറക്ഷൻ ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ ഭാര്യയ്ക്ക് വിസ അപ്ലൈ ചെയ്തു, ഉടനെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഒരു സംഭവമാണ്. ജോ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് മക്കളുടെ പല മക്കളും 2, 3 രണ്ടാമത്തെ ആൾ വരെ, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആൾ, 4, 5-ാമത്തെ ആളാകുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒത്തിരി ഞെരുക്കങ്ങളൊക്കെ വന്നു. ഞങ്ങളുടെ ഒരു ചിന്തകൾക്ക് മാറ്റം വരുന്നെന്ന് ജോ പറഞ്ഞു. കാരണം ഞങ്ങളുടെ ചിന്തകളെല്ലാം ഉയർച്ച എന്നുള്ള അതിലുപരി, പക്ഷേ ഉയർച്ചയിൽ നിന്ന് അനുദിന കാര്യങ്ങൾ ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. ആർക്കും ഒന്നിനും ഒരു കുറവ് വരാതെ തമ്പുരാൻ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളെ. ഇന്നൊരു അവരുടെ ഒരു ഫീസ് അടയ്ക്കണമെങ്കിൽ അത് തമ്പുരാൻ അപ്പം തന്നിരിക്കും. ഇവിടെ ഒരു ആശുപത്രിയിൽ പോകാൻ ഒരു കാശിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് ദൈവം അത് ക്രമീകരിക്കും. തമ്പുരാൻ അറിയാതെ അത് ഞങ്ങൾക്ക് തന്നിരിക്കും. അപ്പം നമുക്കതിന് പറയാം, അതൊരു ഒരു പ്രോവിഡൻസിൽ ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇവരുടെ പേരിട്ടതും ഞങ്ങൾ അങ്ങനെയാണ്. അവിടെ തൊട്ടാണ് ഞങ്ങൾ ഓരോന്ന് തമ്പുരാൻ പഠിപ്പിക്കുന്ന വഴികൾ അത്ഭുതകരമാണ്. അപ്പം ഞങ്ങൾ ജേക്കബിനെ യാക്കോബിൻ്റെ ധനം ആ ഒരു അർത്ഥത്തിലിട്ടു. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയൊരു കാലമാണ്. ബിസിനസ്സിൻ്റെയൊക്കെ റിസഷൻ ആയതുകൊണ്ട് UAE ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പം അന്നേരം ഞങ്ങൾ അടുത്ത 6-ാമത്തെ മോളുണ്ടായപ്പം ഞങ്ങൾ പിന്നെ ജിയന്ന തെരേസ എന്നിട്ടു. തെരേസ മദർ തെരേസയുടെ പേരാണിത്. അപ്പം പാവങ്ങളുടെ അമ്മ. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു നമ്മുടെ ഒരു ഇത് ശരിക്കും പഴയ നിയമത്തിലെ പിതാക്കന്മാരെ അനുസ്മരിപ്പിക്കുന്ന കാര്യമാണല്ലോ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കർത്താവ് അവർക്ക് മഹത്വം കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് അതിന്റെ അർത്ഥത്തിലൊരു പേരിടുക. ഇവിടെ കർത്താവിനെ കണ്ടിരിക്കുന്നു, ആ അർത്ഥത്തിലൊരു പേരിടുക. അതുപോലെ തന്നെ ഇത് കുടുംബങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പിക്കൽ റൂളാണ്. പിന്നെ ഞങ്ങൾ അടുത്തയാളെ ജോക്കിം, എസ്റ്റാബ്ലിഷ് ബൈ ഗോഡ്, അത് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു. നമ്മളെ നമ്മളെല്ലാം പഠിപ്പിച്ചു, മനസ്സിലാക്കി തന്നു, തമ്പുരാനെ ക്രമീകരിച്ചു എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിലൊക്കെ. പിന്നെ ഇളയവന് ജോൺ പോൾ എന്നാണ്. അവൻ ഞങ്ങളുടെ ഒരു ജീവന്റെ ഒരു സ്നേഹത്തെക്കുറിച്ച്, അതെ ജീവന്റെ മൂല്യത്തെക്കുറിച്ച് അപ്പം ഞങ്ങൾക്ക് അവനെ ഇടണമെന്ന്. അവൻ ഒക്ടോബർ 4-ാണ് എല്ലാവരും ഫ്രാൻസിസ് എന്ന് പേരിടാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ജീവന്റെ മാർപ്പാപ്പയാണ് ജീവനെ പറ്റി ഇത്രയും ലോകത്തോടി നടന്ന എല്ലായിടത്തും കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളെപ്പോഴും മാർപ്പാപ്പയുടെ അത് ജീവനെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, ശുശ്രൂഷിക്കുക, സഹായിക്കുക എന്നുള്ള ആ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ആ ഒരു പേരിടാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ തകർച്ചകളിലേക്ക് നടുവിലൂടെ കുടുംബം നടന്നു പോകുമ്പോൾ അത് മക്കളെ എങ്ങനെയാണ് ഇവരെ അറിയിച്ചും ഇവരെ കൊണ്ടുനടത്തിയും പ്രാർത്ഥിപ്പിക്കുന്നതിന്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടോ? പിള്ളേർ ഞങ്ങൾ കടന്നു പോകുന്ന സ്ട്രഗിൾസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾക്ക് നന്നായിട്ട് അറിയാം. അവർക്കതറിയാം. കാരണം ഇപ്പം മറ്റു പിള്ളേരെ പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് നടക്കുന്നുണ്ടാവുന്നില്ല. ചിലപ്പോൾ സ്കൂൾ ടൂറുകൾ പോകുന്നത് എല്ലാം എക്സ്പെൻസീവ് ആണെങ്കിൽ അവർക്ക് സാധിച്ചെന്നിരിക്കത്തില്ല. ബട്ട് ദേ നോ, അവർക്കറിയാം അവരുടെ അപ്പൻ്റെ അമ്മയുടെ ഒരു പരിമിതി ഇതാണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ചില കാര്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ അവർ പ്രാർത്ഥിച്ച് നേടിയെടുക്കാനായിട്ടും ആഗ്രഹിക്കും. ഞങ്ങൾ ഒരിക്കൽ പണ്ട് ഞങ്ങളൊരു ഫ്ലൈറ്റിൽ, എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ പോകണമെന്ന് ഇവർക്കൊരു വലിയ ആഗ്രഹമായിരുന്നു. ദുബായിലായിരുന്നു. അപ്പം ഞങ്ങളെപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആൾക്കാരായിരുന്നു, എക്കണോമിക് ഫ്ലൈറ്റ് പോകുന്നത് പോലെ. അപ്പം ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ നോക്കിയപ്പോൾ എല്ലാം 15,000 20,000 ദിറംസ് ആണ് ഇത്രയും വലിയൊരു കുടുംബം ഫ്ലൈ ചെയ്യാൻ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവരെന്നും ക്ലാസ് കഴിഞ്ഞ് വരും. അപ്പോൾ അവർ 8-ലും 7-ലും ഒക്കെയുള്ള പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ ഉടനെ നെറ്റ് തുറന്ന് അവർ തപ്പും, ടിക്കറ്റ് വല്ലതും കുറഞ്ഞു കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ എന്നും നോക്കുമ്പോൾ അവർ നോക്കിക്കഴിയുമ്പോൾ ഓൺലി 15,000, സോ വി കാണ്ട് അഫോർഡ് എന്നും പറഞ്ഞാൽ അവരങ്ങനെ വിടും. അങ്ങനെ ഓരോ തവണ ഒരു ദിവസം അവർക്ക് ഞങ്ങളുടെ ടു ആൻഡ് ഫ്രോ ഒരു 6,000 ദിറംസിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടി. അതൊരു ഭയങ്കര എമൗണ്ടാണ്. അപ്പം ഇതുപോലെ തമ്പുരാൻ, പിന്നെ ഇതുപോലെ ഞങ്ങളുടെ ഒരു മിഷൻ ചിന്തകൾ, ഞങ്ങൾക്ക് അതൊരു വലിയ ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ഒരു ജിസ്യൂത്തിൻ്റെ ഒരു ജൂബിലിക്ക് എടുത്ത ആഹ്വാനം ഒന്ന് പോകണമെന്നുള്ളത്. അപ്പം അന്ന് 1 മന്ത് ഒരു മിഷൻ. അപ്പോൾ അത് ഞങ്ങൾ എന്നും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു ഇൻറ്റൻഷനായിട്ട് വെച്ച് ഞങ്ങളൊരു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത് 2015 ദൈവം ഞങ്ങൾക്ക് അതിന് അരുണാചലിൽ പോകാനും കുടുംബമായിട്ട് പോകാനും എല്ലാവരും കൂടെ പോകാനായിട്ട് ഒരു 40 ഡേയ്സിന് അങ്ങനെ പോകാൻ ദൈവം ഒരു അവസരം നൽകി. അരുണാചലൊക്കെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട മിഷനാണ്. ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് മിഷനാണ് അരുണാചൽ. ഇൻക്ലൂഡിങ് റോഡില്ല, സൗകര്യങ്ങളില്ല, വൈദ്യുതി ഇല്ല, ഒന്നുമില്ലാതെ മണിക്കൂറോളം നടന്നും ഒരു പുരോഹിതൻ തന്നെ 10-25 വില്ലേജുകൾ നോക്കുന്നത്. എൻ്റെ കുറേ കൂട്ടുകാർ എന്നോട് പഠിച്ചവർ അരുണാചൽ മിഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊള്ളാം, ചേച്ചി പറഞ്ഞോളൂ. അങ്ങനെ പോകാൻ അതൊരു ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഡ്രീമായിട്ട് ദൈവം നടത്തി തന്നാന്ന് പറയാം, ഒരു മിഷന്റെ ഒരു ആഗ്രഹം.
അപ്പം ഇങ്ങനെ ഓരോന്നും നടക്കാത്ത ചില കാര്യങ്ങൾ തമ്പുരാൻ ഞങ്ങൾ കുടുംബമായിട്ട് ചില പ്രത്യേക പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പറയും മക്കളെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഇവരെ കൂടെ ഇരുത്തി നമ്മൾ സമൂഹ പ്രാർത്ഥനകളാണല്ലോ അത് മാത്രമല്ല സമൂഹ പ്രാർത്ഥനയല്ല, ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഇവരോട് പറയും ഞങ്ങൾ 10 പേരുണ്ട്, 10 പേര് ഇവരുടെ കാവൽ മാലാഖമാരുണ്ട്, ഞങ്ങൾക്ക് 20ആയി. ഇവരുടെ പേട്രൺ സെയിൻസ് ഉണ്ട്, ചിലർക്കൊക്കെ 2 പേട്രൺ സെയിൻസ് ഉണ്ട്. അപ്പൊ അവര് ഞങ്ങൾക്ക് 2 ഉണ്ട്, ജിയന്ന തെരേസ എന്നൊക്കെ പറയും, അവർ 2 ഉണ്ടെന്നൊക്കെ പറയും. അപ്പൊ ഈ എണ്ണം ഒരു 30 അപ്പൊ സ്വർഗത്തിന്റെ ഒരു വലിയ മധ്യസ്ഥം ഞങ്ങളുടെ പല നീഡുകളിലും ഞങ്ങൾ കാണുന്നുണ്ട്. അതൊരു വലിയൊരു ശക്തിയായിട്ട് ഞങ്ങൾ ചേച്ചി പറയുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാട്ടോ. കുടുംബം ഒന്നിച്ച്, പ്രത്യേകിച്ച് മക്കളെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ അറിയിച്ച് വളരട്ടെ. അവർ വീട്ടിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടോ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങൾ അറിയട്ടെ. അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. പിന്നെ വീടിനോട് കൂടുതൽ അപ്പനോട് അമ്മയുടെ ബഹുമാനം തോന്നും. അവരുടെ ഡിമാൻഡ്സ് കുറയും. അവരുടെ ലൈഫ് സ്റ്റൈൽ അവർ തന്നെ പതുക്കെ ഇച്ചിരി കുറച്ച് അവരുടെ നീഡുകൾ കുറച്ചുകൊണ്ട് വരും. ഇത് ശരിക്കും പിള്ളേർക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഫോർമേഷനാണ് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയിച്ചു വളർത്തുക എന്നുള്ളത് തന്നെ. കൊള്ളാം. അപ്പോൾ നമുക്കിനി നമ്മുടെ മക്കളോട് ചോദിക്കാം. മക്കളോട് ഇതുവരെ 3 പേരും ഉണ്ടായിരിക്കുമല്ലേ? നമ്മുടെ 8 മക്കളെ 3 പേർ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചേട്ടന്മാർ ഉറപ്പായിട്ട് ചേട്ടന്മാർക്ക് പറയാൻ കാണുമല്ലോ. വീട്ടിൽ നിങ്ങൾ ഇത്രയും പേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുംബ പ്രാർത്ഥനയൊക്കെ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത്? പ്രാർത്ഥനയെല്ലാം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നല്ല ഒച്ചയിലൊക്കെ ചെല്ലും. പിന്നെ ഞങ്ങൾ പ്രാർത്ഥന ചെല്ലാതെ ഞങ്ങൾ സാധാരണ കിടക്കാറില്ല. കിടത്താറില്ല. അപ്പം ഞങ്ങൾ അപ്പയും അമ്മയും ഇല്ലെങ്കിലും ഞങ്ങൾ കുട്ടികൾ തന്നെ ആയിട്ട് പ്രാർത്ഥിക്കും. പിന്നെ ലീഡ് എടുക്കുന്ന ചേട്ടനൊക്കെയാണ് ചേട്ട. പിന്നെ ഞങ്ങളെല്ലാവരും അത് പറയും. ചേച്ചി, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ നിങ്ങൾ 2 പേരും 8 മക്കളുടെ പേരൻസ് ആണ്. അപ്പോൾ ഒത്തിരി മക്കളുള്ള കുടുംബങ്ങൾ ഇനിയും ഉണ്ടാകാനായിട്ട് നിങ്ങളൊരു പ്രചോദനമാണ് ഉറപ്പാണ്. നല്ല നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഷെയറിംഗ് ആണ്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ പേരൻസ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം എന്തായിരിക്കും? മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിൽ 15-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഏക ആത്മാവും ഏക ശരീരവുമായിട്ടല്ലേ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്, ദൈവഭക്തരായ മക്കളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ തമ്പുരാൻ കുടുംബമായിട്ട് നമ്മളെ ഭാര്യയും ഭർത്താവായിട്ട് വിവാഹ ജീവിതത്തിൽ നമ്മളെ ഒന്നിച്ചപ്പോൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ദൈവഭക്തി മക്കളെ പരിശീലിപ്പിച്ച് മക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തുക, അവരെ വിശുദ്ധിയിൽ വളരാൻ അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇതാണ് അപ്പം ഞങ്ങളുടെ ഒരു പ്രൈമറി ഉത്തരവാദിത്തം, എല്ലാ കുടുംബങ്ങൾക്കുള്ള ഒരു പ്രൈമറി ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരെ വിശ്വാസത്തിൽ വളർത്തിയാണ്. ഇതാണ് കാത്തലിക് ഏറ്റവും ദൈവഭക്തിയുള്ള മക്കളെ ദൈവനാമത്തിൽ വളർത്തിക്കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ കൺക്ലൂഷൻ പറഞ്ഞ ആവശ്യമില്ല, അതിന് പകരം ചേച്ചി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഒന്നുചേർന്ന് കുടുംബം ഒന്നിച്ച് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി മാത്രം ഈ നിമിഷം പ്രാർത്ഥിക്കാം. മക്കളെ എല്ലാം ചേർത്ത് പിടിച്ച് മാതാപിതാക്കളൊക്കെ ഒന്ന് ചേർന്ന് കർത്താവിൻ്റെ തിരുരൂപത്തിന് മുമ്പിൽ നിൽക്കട്ടെ. എന്നിട്ട് മലാക്കി പ്രവാചകൻ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളെ ഒരാത്മാവും ഒരു ശരീരവുമായിട്ടല്ല ചേർത്തത്. ദൈവഭക്തിയുള്ള മക്കളെ ജനിപ്പിക്കലല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്വം, അവരെ വളർത്തലല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്വം. ഈശോയെ, ഞങ്ങളുടെ വിവാഹത്തിൽ ഏറ്റെടുത്ത ആ വലിയ ഉത്തരവാദിത്വത്തെ ഞങ്ങൾ ഈ നിമിഷം റിന്യൂ ചെയ്യുന്നു. ഞങ്ങളുടെ വിവാഹത്തിന് എല്ലാ വാഗ്ദാനങ്ങളും ഞങ്ങൾ റിന്യൂ ചെയ്യുന്നു. ഏതെങ്കിലും നിമിഷത്തിലൊക്കെ ഞങ്ങൾ വീണു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മാതാപിതാക്കൾ എന്ന നിലയിൽ മാതൃകാപരമായി ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഞങ്ങളുടെ മക്കളെ ദൈവഭക്തി അഭ്യസിപ്പിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കരുണയോടെ നോക്കി സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ വരദാനങ്ങളും നൽകി മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങളെ വീണ്ടും ഉയർത്തണമേ. ഞങ്ങളുടെ മക്കളെ ദൈവഭക്തി അഭ്യസിപ്പിക്കാൻ, നിന്നെ നോക്കി നടക്കുന്ന മക്കളാവാൻ, ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെ കൊടുക്കാൻ, മറ്റെന്നും കൊടുക്കുന്നതിനേക്കാളും നിന്നെ എല്ലാ ദിവസവും കൊടുക്കാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ തന്നെ കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്കൊന്നു ചേർന്ന് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.